മുടി കൊഴിച്ചല്ലേ നിങ്ങളെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും കേട്ടോ. അകാല നേരം മുടി കൊഴിച്ചല്, മുടിക്ക് തിക്കില്ലാണ്ടിരിക്കുക, അതുപോലെ തന്നെ താരന്, അങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിച്ചു, അല്ലെങ്കിൽ കഷണ്ടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അകാല നേരം വെച്ച് ബാക്കി എല്ലാ പ്രശ്നം ആക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 3 ആഴ്ച മുമ്പാണ് നമ്മുടെ വിജയ മാസ്റ്റർ ആയുർവേദിക് ഹെയർ ട്രീറ്റ്മെന്റ് സെന്ററിൽ വന്നത്. ശരിക്കും പറയാലോ, ഇപ്പോൾ ഏകദേശം 99% എൻ്റെ ഡാൻഡ്രഫും പോയി, മുടി കൊഴിച്ചിലും കുറഞ്ഞു. നമുക്ക് എന്തായാലും കൂടുതൽ കാര്യം അറിയാൻ നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കുന്നില്ല അല്ലേ? ഡോക്ടറെ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് കാണിച്ച ഏകദേശം ഒരു 10-20 ദിവസമായി. എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് മുടി കൊഴിച്ചില്, താരന്, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ ഏകദേശം 99% മാറി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പോ ഏജ് ലിമിറ്റ് ഉണ്ടായി, അവര് ഇത് കാണിച്ചാൽ അവര് മാറാൻ ചാൻസ് ഉണ്ടാ? അതിന് കുറെ ഡൗട്ടുകളാ. അപ്പൊ അത് ഡോക്ടർ തന്നെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. നല്ല റിസൾട്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഇതിന്റെ ഓരോ റീസൺസ് ഉണ്ട്. ഇപ്പം ഒരു പേഷ്യന്റ് വന്ന് കാണിച്ച് നമ്മൾ ഇവിടെ നടക്കുന്ന ഒരു സാറിന് ഒരു എണ്ണ കൊടുക്കും, അങ്ങനെയല്ല, ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻസോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരാൾ വന്ന് അവരുടെ ചിലപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ആവാം, ചിലപ്പോൾ ഡാൻഡ്രഫ് അതുപോലത്തെ ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ അലോപേഷ്യ, ഏരിയറ്റ് അതുപോലെയുള്ള ഇഷ്യൂസ് കൊണ്ട് അസുഖങ്ങളുണ്ട്. ഈ സ്കാൽപ് ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്, ഡിസീസസ്. അപ്പൊ അതൊക്കെ കൊണ്ടാവാം. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് ഡയറക്റ്റ് വന്ന് സ്കാൽപ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് അവർക്ക് ഇഷ്യൂസ്. പിന്നെ ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡിന്റെ പ്രശ്നങ്ങള്, അതൊക്കെ ഒരു ഏജ് വെച്ചിട്ട് വരുന്ന. ചില ആൾക്കാർക്ക് ഷുഗർ ഒക്കെ കുറച്ച് നേരത്തെ കാണുന്നുണ്ട്, ചില കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഏതാണെന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുവന്ന ഡിസീസ് ഉണ്ടെങ്കിൽ അതിന്റെയും കൂടെ ട്രീറ്റ്മെന്റും കൂടെ കൊടുത്ത് ആ ഒരു പാനൽ, ആ ഒരു രീതിയിലുള്ള കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നിനക്കത് കിട്ടിയത്. ഡാൻഡ്രഫിന്റെയും കൂടെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ടാണ് നിനക്ക് അത്രയും പെട്ടെന്നും ആ റിസൾട്ട് അത്രയും ഇതായിട്ട് കിട്ടിയത്. ചില ആൾക്കാർ 2 ആഴ്ച അല്ലെങ്കിൽ 1 ആഴ്ച തേച്ചിട്ട് ഡാൻഡ്രഫ് പോകണില്ല, മുടി കൊഴിച്ചില് മാറുന്നില്ല അല്ല പറയുന്ന കുറെ ആൾക്കാരുണ്ട്. രീതിയിൽ ഫുഡില് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, അതിനെന്തെങ്കിലും ഉണ്ടോ? അതെല്ലാവർക്കും ഡിഫറെന്റ് കാറ്റഗറി. ചിലർക്ക് ഡിസീസ് ആയിരിക്കും, അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ 1 ഇയർ അത് ഉണ്ട് കേട്ടോ. ചെറിയതൊക്കെ ചെറിയ പാച്ചസ് ഒക്കെ ആണെങ്കിൽ 3 months 6 months കൊണ്ടൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പം ഇവിടെ എത്തുന്നത് ഏകദേശം ഇത് വേസ്റ്റേൺ ആയതിനു ശേഷമാണല്ലോ ആൾക്കാർ ഇവിടെ പിടിച്ചെത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു 1 year അങ്ങനെയൊക്കെ എടുക്കേണ്ടി. അപ്പൊ ആ ഒരു പേഷ്യൻസിനൊക്കെ നല്ല ക്ഷമ വേണ്ടി വരും. പിന്നെ ഡയറ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നമ്മൾ ബോഡി ഹീറ്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് ഒന്ന് അവരെ ഒരു കറക്റ്റ് ഡയറ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും അങ്ങനെയല്ല. നമുക്ക് കുറച്ച് എന്തൊക്കെ നിങ്ങളിപ്പോ കഴിക്കുന്നു വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ബാക്കിയുള്ളത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഡയറ്റും കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്, വെള്ളം നന്നായിട്ട് കുടിക്കുക, അങ്ങനെയുള്ളതും കൂടെ ഇതിന്റെ കൂടെ, അതായത് ഒരു ലൈഫ് സ്റ്റൈലും കൂടെ നമ്മളൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ ശരിയാക്കുമ്പോൾ ഓക്കെ ആവും. ഫ്രണ്ട്സിനോട് ധൈര്യത്തിൽ വരാൻ വേണ്ടി പറയല്ല, കാരണം അവർ ആദ്യം എന്നോട് പറഞ്ഞു നീ ഫസ്റ്റ് പോയി നോക്ക്, എനിക്ക് മാറ്റേണ്ട നോക്കിയിട്ട് നമ്മള് പോവാം. അപ്പൊ ഈ ഒരു എനിക്ക് എന്തായാലും ഇപ്പൊ മാറ്റം ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഫ്രണ്ട്സിനോട് വരാൻ വേണ്ടി അവര് വന്നിട്ട് നമുക്ക് സ്കാൽപ് അനാലിസിസും ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് അവരുടെ എന്തൊക്കെയാണ് ഡിസീസസോ സിറ്റുവേഷൻസ് ഒക്കെ നോക്കി അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള. അത് എത്ര യൂസ് ചെയ്യണം, എത്ര നാൾ ഉപയോഗിക്കണം, ഏതൊക്കെ മെഡിസിൻസ് ചെയ്യണം, എന്തിനൊക്കെ ചെയ്യണം, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് അത് കുറച്ചുകൂടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളെ വിജയ മാസ്റ്റർ ട്രീറ്റ്മെന്റ് സെന്റർ വരുന്നത് നമ്മളെ മട്ടന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.